അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയായി. അപ്പൊ ഞങ്ങളിതാ ഇനിയും അടുത്തത് റിപ്പീറ്റ് ചെയ്ത് വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. എന്താ ചെയ്യാ, ഞങ്ങൾക്ക് അപ്പളേ നേരമുള്ളൂ കേട്ടോ. അല്ലേ, ഞങ്ങൾക്ക് ആകെയുള്ള ഒരു വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നേരമുള്ളൂ. പുലപതി ഇറങ്ങി തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. അതിനുപരി വേറൊരുത്തൊരു സങ്കടം ഉണ്ട്, കാണിച്ചു തരാം. ഞങ്ങളെ സങ്കടം എല്ലാം കൂടെ കൂട്ടി, സങ്കടം സന്തോഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ഉണ്ട്. അപ്പൊ ഞങ്ങളെ സന്തോഷം എന്താന്നുള്ളത് കാട്ടിത്തരാം. ഞങ്ങളെ വണ്ടി കൊടുത്തു, വേറെ വണ്ടി എടുത്തു ഗായ്സ്. സെയിം ഹോണ്ട അക്കോർഡ് തന്നെ എടുത്തു. കുറച്ച് മോഡൽ കൂടിയ വണ്ടി സെറ്റാക്കി. അപ്പൊ അതെടുത്തു. അതിന്റെ ഉള്ളു കാണിച്ചു. ബാ, അത് കുഴപ്പമില്ല, ചൂടട്ടിക്കോട്ടെ. അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങളുടെ വണ്ടി. ഇപ്പൊ ഞങ്ങള് പുതിയ എടുത്തു. ഇന്നലെ ഞങ്ങള് എല്ലാം പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നലെ കൈ കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി പോണ യാത്രകൾ കാഴ്ചകൾ കാട്ടിത്തരാം. ഓക്കെ പോവാ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വണ്ടി അല്ലേ. നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. മറ്റേ വണ്ടി കൊടുത്തു. നമ്മളൊരു മലപ്പുറംകാരൻ തന്നെ. ഞാൻ ആ വീഡിയോസ് ഒക്കെ ഒന്ന് ഇടാം. നമ്മളെ വണ്ടി കൊടുക്കണതും ആരാ മേടിച്ചതൊന്നും അത് കൊണ്ടുപോണതും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. ഇന്ന് എനക്കൊന്നും പറയാനൊന്നുമില്ലേ? മറ്റത് കടകടാന്ന് പറയണേയാണല്ലോ. ബൈബിളൊക്കെ എടുത്തില്ലേ? എന്താ ഇത് റെക്കോർഡ് ചെയ്തിട്ടൊന്നും പറയണു. ഇന്ന് എന്തൊന്നും കിട്ടാത്ത? ഇന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താ സംസാരിക്കാൻ കിട്ടാത്ത? മറ്റേ ഞങ്ങൾ ഇങ്ങനെ കടകടാ. അതെ, ഞാൻ 6:30 എണീറ്റു. വണ്ടിയൊക്കെ ഒന്ന് കഴുകി. ഫ്രണ്ടില് ചെടികളൊക്കെ നനയ്ക്കാണ്ടായിരുന്നു. ചെടികളൊക്കെ നനച്ചു. ആ, ഞാൻ നനച്ചു. അതെ, അതിന് വെള്ളം കുടിച്ചിന്ന്. അല്ല കുഴപ്പമില്ല, രാവിലത്തെ തണുപ്പിനെ ചൂടില്ലാത്ത വെള്ളല്ലേ, അതായിട്ട് പ്രശ്നമൊന്നുമില്ല. അതെ, മറ്റത് ഞങ്ങള് എന്തേലൊക്കെ ഉണ്ടാക്കും. ഞങ്ങള് ദോശയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. ദോശമാവ് കൊടുത്തിട്ട് ഉണ്ടാക്കും. ചായ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കല. ഈ വെള്ളിയാഴ്ച ഒരു പണിയില്ല. ഉച്ചക്കുള്ള ഭക്ഷണം അടക്കം ഞങ്ങൾ പുറത്തുനിന്ന. രാവിലെ ഞങ്ങള് ദോശ വാങ്ങി, ചായ കുടിച്ചു. പിന്നെ നമ്മളെ നാട്ടിലെ ചില്ലിട്ട ഒരു കൂട്ടില് മറ്റേ മുട്ടയൊക്കെ നമ്മളെ നാട്ടിൽ പുഴുങ്ങി വെച്ചു, അതേമാതിരി മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് അതൊക്കെ എടുത്തത് കഴിച്ചു ഞങ്ങള്. അടിപൊളിയായി. രാവിലെ തന്നെ പ്രോട്ടീൻ കയറ്റി. മറ്റേ ബൂം പാക്ക് പറയണ പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട്. മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, മുട്ടയിലും കൂടത്ര. എനിക്ക് വെള്ളം മാത്രമേ പറ്റൂ. എനിക്ക് കുഞ്ഞി ഇഷ്ടല്ല. ഇവിടെ ആദ്യം നമുക്ക് അർബാബിനൊരു കാർ സർവീസ് സ്റ്റേഷൻ എത്രടി? അതെ, സർവീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. മൂപ്പരെന്നിട്ട് അത് നഷ്ടത്തിലായപ്പോ കൊടുത്തു. അതൊക്കെ പണ്ടൊക്കെ അടിപൊളിയായിരുന്നു.
കിൻസ ഞാൻ ഒരു ഇത് വേണ്ട സമൂസ. രണ്ടെണ്ണത്തിന് 100 രൂപ. നിങ്ങളൊക്കെ ആ കൂടെ ഇറങ്ങണ്ട, അതിലേറെ സൂപ്പർ ആയിരുന്നില്ല നമ്മളെ വണ്ടി. അപ്പൊ പള്ളി എത്താനായി. അപ്പൂനെ അവിടെ ഇറക്കണം. അവിടെ ഇറക്കിയിട്ട് സാധാരണത്തെ പോലെ തന്നെ വെള്ളിയാഴ്ച വർക്ക്ഷോപ്പ് പോകുന്നു, ഡ്രസ്സ് അലക്കുന്നു, വർക്കിംഗ് ഡ്രസ്സ് അലക്കുന്നു. അപ്പേക്ക് അപ്പൂന്റെ ഇവിടത്തെ അത് കഴിയുന്നു, വിളിക്കുന്നു, ഞാൻ വരുന്നു. ലടി വേറുള്ളൊരു ദിവസം വീഡിയോ എടുക്കാനുള്ളൊരു ഒരു നേരം കിട്ടുന്നില്ല. ഒരു ഡെയിലി വ്ലോഗ് ഒക്കെ ഇടാൻ ഞങ്ങൾ കുറെ കരുതുന്നുണ്ട്. പക്ഷെ രാവിലെ നേരത്തെ എണീറ്റിട്ടൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ അവൾക്കും ജോലിക്ക് പോകണം, എനിക്കും ജോലിക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. വെള്ളിയാഴ്ച ഒരു ദിവസം ഇങ്ങനെയാവും. ഉച്ചക്ക് ബിരിയാണി നമുക്ക് ബിരിയാണി ആക്കാം. ബിരിയാണിയുടെ കാരണം ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പള്ളി എത്തിയിട്ടാ പള്ളിയെത്തി. തിരക്കുണ്ടാവും കുറച്ചധികം. ആർക്കും പള്ളിയിലൊന്നും വേണ്ടേ? ഒന്ന് തിരക്കുണ്ടാവും പറഞ്ഞിട്ട് തിരക്കൊന്നുമില്ലല്ലോ. എന്താ അപ്പച്ചന്റെ വണ്ടി കാണാക്കിയേ 699405 ഇവിടെ ബാക്കില്. അപ്പൊ അവളെ ഇറക്കി. അപ്പൊ ഇനി നമുക്ക് പോവാം. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ എത്ര വീഡിയോ ഉള്ളൂ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഞങ്ങളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളൊക്കെ ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ഗൈസ്.